മണി ആ പെണ്ണെപ്പോഴാ വരിക? 8 മണിക്ക് വരും. വണ്ടി എടുക്കടാ. മാഡം ഒരു മിനിറ്റ്. ബ്രാൻഡ് പ്രൊമോഷൻ്റെ കോംപ്ലിമെൻ്ററിക്ക് വേണ്ടി ഈ ഡോളൊക്കെ എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുകയാണ്. നിങ്ങളിത് വാങ്ങിക്കോളൂ മാഡം, പ്ലീസ് മാം. ചെറിയ കുട്ടികളുടെ അടുത്ത് കൊടുത്താൽ ബ്രാൻഡ് അറിയില്ലല്ലോ, അതിനു വേണ്ടിയാണ് വലിയവരുടെ അടുത്ത് കൊടുക്കുന്നത്. ബ്രാൻഡ് നന്നായ നിറയെ വാങ്ങൂലേ? താങ്ക് യു മാഡം. ഈ ഡോളിൻ്റെ അകത്ത് ഒരു കൂപ്പൺ ഉണ്ട് മാഡം, ഓപ്പൺ ചെയ്ത് നോക്കും മാഡം. കൂപ്പൺ സെലക്ട് ആയി കഴിഞ്ഞാൽ 1 ലക്ഷത്തിനുള്ള സമ്മാനം കിട്ടും. ഇതിൻ്റെ ഉള്ളിലോ? അതെ മാഡം, അതിൻ്റെ അകത്താണ്. അതെ, ആ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞല്ലേ? ചെക്ക് ചെയ്. ഓക്കേ സർ. പറയൂ ജീവ. ഓക്കെ. ആ ഏരിയയിലൊന്നും പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. അല്ല സാർ, നമസ്കാരം സർ. 1 സെക്കൻഡ്. എന്താ പ്രശ്നം? കംപ്ലൈന്റ് എഴുതാൻ പറഞ്ഞപ്പോൾ എഴുതുന്നില്ല. അത്ര കാര്യം എന്താ? എന്റെ മോളെ കാണുന്നില്ല സർ. കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കാം. നോക്കാം സാർ. വളരെ നന്ദിയുണ്ട് സാർ. പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. എന്തോടോ, ഞാൻ നിന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞില്ലേ? അതിലേക്ക് തിരുതി വെച്ചാ ഞാൻ വാങ്ങിക്കില്ലെന്ന് പറഞ്ഞോ? പെണ്ണിന്റെ ഫോട്ടോ താ. എന്നാ സാർ, ഈ എത്ര മണിക്ക് ജോലിക്ക് പോകും? കാലത്ത് 8 മണിക്കല്ല ഓഫീസിൽ പോകും സാർ. ജോലി കഴിഞ്ഞ ഉടനെ 6 മണിക്ക് തന്നെ വീട്ടിൽ വരും സാർ. എടോ, എല്ലാ പ്രേമം വല്ലതും കാണും. അയ്യോ, അങ്ങനെ ഒന്നുമില്ല സാർ. പിന്നെ അനിയത്തിയുടെ മോന് പറഞ്ഞു വെച്ചിരിക്കുക, അടുത്ത മാസം കല്യാണമാ സാറേ. ശരി, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തില്ലേ, ഞാൻ നോക്കിക്കോളാം. ശരി സാർ, വളരെ നന്ദിയുണ്ട് സാർ. ഭാസ്കർ, ഈ ഗേൾ മിസ്സിംഗ് ഫയലിനെ കമ്മീഷൻ ഓഫീസിലേക്ക് അയച്ചോളൂ. ഓക്കെ അല്ലേ? ഓക്കെ സാർ. സാർ, ഈ ഫയലാണോ സാർ? അതേ ഫയൽ തന്നെ, അതേ തന്നെ. അയക്കാം സാർ.
ചേട്ടാ നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം. എടാ ജീവ, ചേട്ടാ പറയൂ ചേട്ടാ. ആ പെണ്ണ് മയക്കത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. ശരി ചേട്ടാ. ഒരു ഇഞ്ചക്ഷൻ ഇട്ടേക്ക്. ശരി ചേട്ടാ. ചെല്ല്. ശരി ചേട്ടാ. ഓക്കെ. പാർട്ട്ണർ, ഈ പ്രാവിന് ശബ്ദം കുറച്ച് കൂടുതലാ, സൂക്ഷിച്ച് ചെയ്യണം. ഗുളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ശബ്ദം വരാതിരിക്കോ?